സുലൈമാൻ ദാരിമി എന്ന് പറയുന്ന ഒരാൾ, ഒരു വയനാട്ടുകാരൻ, അയാള് 8-10 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനിയാവുകയും പോട്ട ധ്യാന കേന്ദ്രത്തിനകത്ത് ക്രൈസ്തവർക്ക് മുന്നിൽ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളോട് 5-8 വർഷങ്ങൾക്ക് മുമ്പ് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ വളരെ സമർത്ഥമായി പോട്ടക്കുള്ളിൽ കടക്കുകയും, പോട്ടയിൽ അങ്ങനെ കയറാൻ പറ്റൂല, മുസ്ലിം ധ്യാനത്തിനുള്ള രൂപത്തിൽ തന്നെ പോയിക്കൊണ്ട് ഉള്ളിലേക്ക് കയറുകയും അയാളോട് സംസാരിക്കുകയും, അയാൾ സംസാരിക്കുവാൻ പൊതുവേദിയിലോ സ്വകാര്യ വേദിയിലോ റെക്കോർഡ് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കാൻ സന്നദ്ധനാണോ എന്ന് ചോദിക്കുകയും ചെയ്താണ്. അയാൾ അതിനൊന്നും റെഡിയല്ല, അയാൾ തയ്യാറല്ല. അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവശ്യം, അയാൾക്ക് വ്യക്തിപരമായ ആവശ്യം മുസ്ലിങ്ങളെ മാറ്റലോ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കലോ ഒന്നുമല്ല. അയാൾക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആളായിട്ട് ആണെന്നുള്ള നേട്ടം കിട്ടലാണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ അത് അയാൾ സമർത്ഥമായി നിർവഹിക്കേണ്ടത്. അതാണ് അയാൾ ഈ ഓത്തൂതെല്ലാം കൂടി കണ്ടിട്ട് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ആവേശം വരും. ഇതാണ് ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. എന്നാൽ അയാൾ എഴുതിയ 2 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളം. അയാൾ പറയുന്നത് 8ാമത്തെ വയസ്സിൽ അയാള് ദർസിൽ ചേർന്നു, മറ്റേതാണ് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ അയാള് അത് പറയുന്നത് ഒരു ബേസും ഇല്ലാത്ത കുറെ സംഭവങ്ങളാണ്. അത് രസകരമായ സംഗതി എന്താ വെച്ചാൽ, ഇസ്ലാം സ്വീകരിച്ച നമ്മുടെ ഒരു പ്രവർത്തകൻ ബിലാൽ എന്ന് പറഞ്ഞിട്ട്, അയാൾ മുസ്ലിമായപ്പോ ക്രൈസ്തവനായിരുന്നു, ക്രിസ്ത്യാനി മുസ്ലിമായപ്പോ സ്വാഭാവികമായിട്ടും പാരന്റ്സ് ഭയങ്കര എതിർപ്പായി. പാരന്റ്സ് ഇയാളെയും കൂട്ടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ ആളുകളുടെ അടുത്തെല്ലാം കൊണ്ടുപോയി സംസാരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇയാളടുത്തും കൊണ്ടുപോയി അരമണിക്കൂർ ഇയാളോട് സംസാരിച്ചപ്പോഴേക്ക് പാരന്റ്സിന് മനസ്സിലായി ഇയാള് ശരിയല്ല എന്നുള്ളത്. പാരന്റ്സിനോട് എന്നിട്ട് ഇയാൾ പറഞ്ഞു, നമ്മുടെ ബിലാൽ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരാൾ മുസ്ലിം ഒരാൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് അത്രയധികം ബുദ്ധി ഇല്ലാതിരിക്കണം, അതല്ലെങ്കിൽ അത്രയധികം സാമ്പത്തിക നേട്ടം കിട്ടണമെന്ന് മനസ്സിലായില്ലേ എന്നാണ്. അപ്പൊ ഉണ്ടായ ഒരു രസകരമായ വേറൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ വർത്തമാനത്തിൽ ഇങ്ങനെ കുഴങ്ങിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാളുടെ പിറ്റേന്ന് നിച്ച് ഓഫ് ട്രൂത്തില് ഇവർ രണ്ടാളും സംസാരം കേട്ടുകൊണ്ട് നിന്നിരുന്ന ഇയാളുടെ ഫിത്നയിൽ കുടുങ്ങി അവിടെ അയാളുടെ ശിഷ്യനായി നിന്നിരുന്ന ഇയാൾ പിറ്റേന്ന് നിശ്ചലുണ്ട്, എനിക്ക് ഷഹാദത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് അയാൾക്ക് ഹിദായത്തിന്റെ ഇങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ദാരിമി പണ്ഡിതനെന്നാണ് അയാൾ പറയുന്നത്. അല്ല, ഇങ്ങനത്തെ കുറെ അബദ്ധങ്ങളുണ്ട്, അതില് ഒരുപാട് സംഗതികളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരെങ്കിലും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലുതാകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊന്നും ഉണ്ടാത്തത്. എന്ന് വെച്ചാൽ ഒരുപാട് അത് മാത്രം മതി, ആ ഒറ്റ ഒരു ക്ലിപ്പിംഗ് മാത്രം മതി അയാളെ ശരിക്കും പൊളിക്കാൻ. അതാണുള്ളൊരു അപകടം. നമ്മള് ബ്ലൂടൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണം. അപ്പൊ അത് വേണ്ട. ഏതായാലും ആ പ്രചരിപ്പിക്കുന്നത് നമ്മൾ ചെയ്യരുത്, ശ്രദ്ധിക്കണം.